ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പോർക്ക് റിബ്സ് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. ബേക്ക് ചെയ്യാനായിട്ട് ആവശ്യത്തിനായിട്ട് ഒരു 3/4 കിലോയോളം തൂക്കമുള്ള ഒരു പോർക്കിൻ്റെ ബേബി പോർക്കിൻ്റെ റിബ്സാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് മസാല ശരിക്കും അകത്തോട്ട് കയറാൻ വേണ്ടി നമ്മൾ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ് ആദ്യമേ. അത് കഴിഞ്ഞിട്ടാണ് ഇതിനെ നമ്മൾ മസാല തയ്യാറാക്കുന്നത്. ഇത് മസാലയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ഞാനിവിടെ എടുക്കുന്നത് കുറച്ച് ഒരു ചിക്കനിൻ്റെ തന്തൂരി മസാല എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് എടുക്കുന്നത് ഒരു സ്മെല്ല് നന്നായിട്ട് കിട്ടാൻ വേണ്ടി. പിന്നെ അതിനകത്തൊരു ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പിന് ശേഷം പിന്നെ നമ്മളിവിടെ എടുത്തേക്കുന്നത് സിറാച്ചയുടെ ഹോട്ട് സോസാണ്. അതും ആവശ്യത്തിന് നമ്മളൊരു ഏകദേശം 2 സ്പൂണോളം അത് എടുത്തു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ വേണ്ടത് ബാർബിക്യൂ സോസാണ്. ഇവിടെ എടുത്തിരിക്കുന്നത് ഓൾഡ് ഫാഷൻ ബാർബിക്യൂ സോസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ബാർബിക്യൂ സോസാണെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം അതിനകത്തോട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഒരു ഗാർലിക് ഇടുകയാണ്. ഇങ്ങനെ ഗാർലിക് ഇട്ടതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ചില്ലി ഫ്ലേക്സ് കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സാണ് എടുത്തേക്കുന്നത്. അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ റിബ്സിൻ്റെ മുകളിലോട്ട് നമുക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. എന്ന് പറഞ്ഞാൽ ഒരു 8 മണിക്കൂർ വെക്കുമ്പോഴായിരിക്കും ഏറ്റവും നല്ലത്. എന്നാലേ ഇതിനകത്തോട്ട് ഈ മസാല എല്ലാം കൂടെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഞാൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എൻ്റെ അകത്ത് വെച്ചിട്ട് ഒരു പേപ്പറിനകത്തോട്ട് നന്നായിട്ട് പൊതിഞ്ഞിട്ട് ഞാൻ ഒരു ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവാണ്. ഒരു 8 മണിക്കൂറാണ് ഞാനിപ്പോൾ ഇവിടെ വെക്കുന്നത്. 6 മണിക്കൂർ മിനിമം ഒരു 4 മണിക്കൂറെല്ലാം വെക്കണം. ഞാനിവിടെ വെക്കുന്നത് 8 മണിക്കൂറാണ് വെക്കുന്നത്. 8 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ശേഷമാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത്. ബേക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു ട്രേ എടുത്തു. ആ ട്രേയിലോട്ട് ആവശ്യത്തിന് ബാർബിക്യൂ സോസ് കുറച്ചുകൂടി ഒഴിക്കുക. അതിന് ശേഷം നമ്മൾ 8 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് ഈ റിബ്സ് എടുക്കുക. ഇത് കുറച്ച് ട്രേയിലോട്ട് ഇടുക. അതിൻ്റെ കുറച്ച് മാരിനേഷൻ ആ പേപ്പറിനകത്തൊരു ബാക്കി വന്നിട്ടുണ്ട്. അതോടെ ഞാൻ നന്നായിട്ട് ഈ തേലോട്ട് തേച്ച് പിടിപ്പിച്ചു. അതിനുശേഷം ഒരു ട്രേയിൽ അലുമിനിയം ഫോയിൽ വെച്ച് ആ ട്രേ അടച്ചു. അതിനുശേഷം നമുക്ക് ഓവൻ 375 ഒരു 45 മിനിറ്റ്സാണ് ഞാനിവിടെ വെക്കുന്നത് ആദ്യം. അതിനുശേഷം ഞാനൊരു 30 മിനിറ്റ്സ് തിരിച്ചിട്ടിട്ട് 30 മിനിറ്റ്സ് കൂടെ വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് ഗോൾഡനായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല ഒത്തിരി ഉദ്ദേശിച്ചതിൽ ഒത്തിരി നല്ലതായിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഞാൻ കട്ട് ചെയ്ത് നോക്കിയിട്ടും നല്ല ആകെല്ലാം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നത്. പുറം മാത്രമേ ഇച്ചിരി ക്രിസ്പി ആയിട്ട് വന്നുള്ളൂ. പക്ഷെ എന്നാലും ബാർബിക്യൂ സോസിൻ്റെ ചില്ലിയുടെയും എല്ലാത്തിൻ്റെയും ആ ഫ്ലേവറും എല്ലാം കിട്ടുന്നുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മുടെ ചാനലിൽ ഇടയ്ക്ക് ഇങ്ങനെ കുക്കിംഗ് വീഡിയോകൾ ഇടുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ബൈ.